താങ്ക് യു ഇവാൻ. ഇന്ന് വൈകിട്ട് ഇൻസ്റ്റഗ്രാം എടുത്തപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു പോസ്റ്റ് അല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ വുക്കമനോവിച്ചിനെ സാക്ക് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ പോസ്റ്റ്. സാക്ക് ചെയ്യാന്നൊന്നും പറയണ്ട, ക്ലബിൽ നിന്ന് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു KBFC ആൻഡ് ഇവാൻ ആശാൻ ആ ഒരു ബന്ധം ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഓഫ് കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനിടയിൽ രണ്ട് തരത്തിലുള്ള ഒപ്പീനിയൻസ് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു ഡിസിഷൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അത്രക്കും എന്താ പറയുക ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷനാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇവാനെ ഒരിക്കലും സാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ആൻഡ് ഓഫ് കോഴ്സ് ഇവാൻ പോട്ടെ, അടുത്ത് നല്ലൊരു കോച്ച് വരട്ടെ, ആ ഒരു മൈൻഡ് സെറ്റിലുള്ള മറ്റൊരു ഗ്രൂപ്പ്. എന്തായാലും എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഇവാൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കേൾക്കാം. എൻ്റെ ഒപ്പീനിയന് ഭയങ്കര വില. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, എൻ്റെ ഇതുവരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് റിവ്യൂസോ അല്ലെങ്കിൽ മാച്ചിന് ശേഷമുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇവാൻ വുക്കമനോവിച്ച് ആൻഡ് ആളുടെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആള് പറഞ്ഞ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ അതിൽ നടന്ന പല കാര്യങ്ങളോടും ഞാൻ യോജിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ സാക്ക് ഇവാൻ എന്നുള്ള ആ ഒരു ട്രെൻഡിനെ നിങ്ങളെ മുന്നിൽ അറിയിക്കുന്നതിൽ ഇച്ചിരി ഓവർ ആത്മാർത്ഥത കാണിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിനൊരിക്കലും ഇവാനെ കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്യണം എന്ന് ആഗ്രഹമൊന്നും എനിക്കില്ല. ഓക്കെ, മറ്റേ ഗെയിമിംഗ് ചാനലിൽ ആൾക്കുണ്ടാവും, പക്ഷേ ഇവിടെ അല്ല. ഇവിടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാ. അവിടെ ഞാൻ ഒറ്റയ്ക്ക്, ഇവാൻ വുക്കക്കോണ വേറെ. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇവാനെ കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ബട്ട് അങ്ങനെ ഒരു ഒപ്പീനിയൻ പബ്ലിക്കിൽ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇവാൻ ചെയ്ത പല കാര്യങ്ങളോടും ഞാൻ യോജിച്ചിട്ടില്ല, അത് വേറെ കാര്യം. എന്തൊക്കെയാണെങ്കിലും ബാക്കി എന്ത് കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒപ്പീനിയൻ എനിക്കിപ്പോൾ തന്നെ പറയാം. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇവാനെ കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്തു എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയാനൊന്നും പോണില്ല. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, 3 സീസൺ ആൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള കോച്ചസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹിസ്റ്ററിയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആള് ബെറ്റർ ദാൻ ബാക്കിയുള്ള ഏത് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള റിസൾട്ട്സും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവാൻ വുക്കമനോവിച്ചിനെ സാക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആളെക്കാളും ബെറ്റർ ആവുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കോച്ചിനെ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ എന്നുള്ളതായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. ഫോർ എക്സാമ്പിൾ മനോലോ മാർക്കസ്, സെർജിയോ ലൊബേറ, ഇങ്ങനെയുള്ള കോച്ചസിനെ നമുക്ക് റാഞ്ചാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവാൻ ബൈ ബൈ, ഓക്കെ, ഐ ഡോണ്ട് റിയലി കെയർ. ബട്ട് അങ്ങനെയല്ല, ഇനിയും ഒരു ന്യൂ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് KBFC മാനേജ്മെന്റ് റെഡി ആവുന്നത് എന്നുണ്ടെങ്കിൽ ഇവാൻ വുക്കമനോവിച്ചിന് ഒരു ഇയർ കൂടെ ചാൻസ് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം ഈ ഒരു സീസൺ തന്നെ എടുത്തു നോക്കിയാൽ ആൾക്ക് മുട്ടൻ പണി കിട്ടിയതാ. ഇഞ്ചുറീസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫുള്ളി ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് വെച്ച ആള് മര്യാദക്ക് കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ പോലും ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ടീമിനെ എത്തിക്കാൻ ആളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവാൻ്റെ പേരിലുള്ള ഏറ്റവും വലിയൊരു നെഗറ്റീവ്, ആള് കഴിഞ്ഞ കുറേ പ്രസ് കോൺഫറൻസിലും അല്ലാതെയൊക്കെ ആയിട്ട് തന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. ദേഷ്യം വന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് ഒരു മണ്ണാങ്കട്ടി നേടാൻ പോണില്ല എന്ന് പറയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആള് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം, ടീമിലൊരു എന്താ പറയുക മെന കാണുന്നില്ല. ഓക്കെ, ഞാനൊരു ടാക്റ്റിക്കോ ഒന്നും ആവണില്ല, പക്ഷേ ടീമിലൊരു ഫ്ലോ ഇല്ല. എപ്പോഴും സെയിം ലൈനപ്പ്, സെയിം ടാക്ടിക്സ്. ഇനി ഒപ്പണൻസ് അതിനെതിരെ കളിച്ചു എന്ന് കണ്ടാൽ പോലും എന്തൊക്കെയൊക്കെ കാണിച്ചു കൂട്ടുക, എന്താ പറയുക, പുവർ സബ്സ്റ്റിറ്റ്യൂഷൻ, പുവർ ഗെയിം മാനേജ്മെന്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആവർത്തിച്ച് വന്നു ഈ ഒരു സീസണിൽ തന്നെ. ഈ ഒരു സീസണിന്റെ ലാസ്റ്റ് ഹാഫിന്റെ കാര്യം ഈ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ആ ഒരു കാര്യം മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ഇവാൻ വുക്കമനോവിച്ചിനെതിരെ കുറേ ആളുകൾ പറയുന്നത്. അല്ലാതെ ഇവാനെ ഒരു കോച്ച് എന്നുള്ള രീതിയിൽ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ആൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല ഗൈസ്. ലൈക്ക് സീരിയസ് ആയിട്ട്, ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ ഇവാൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവാനെ സാക്ക് ചെയ്തതിനോട് ഞാൻ ആക്ച്വലി യോജിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഈക്വലി ഗുഡ് ആവണം അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആവണം. ആക്ച്വലി ഈക്വലി ഗുഡ് മതി എന്നുണ്ടെങ്കിൽ ഇവാനെ തന്നെ നിർത്തിയാൽ പോരെ. കാരണം ആള് ക്ലബ്ബുമായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. ആ ഒരു എന്താ പറയുക ഇന്ത്യൻ കണ്ടീഷൻസുമായിട്ട് യോജിച്ച് പോയിട്ടുള്ള ഒരാളാണ്. അത്രക്കും ഫാൻ സപ്പോർട്ടും ആൾക്കുണ്ട്.
ആളെക്കാളും ബെറ്റർ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കോച്ച് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇവാനെ സാക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഐ മീൻ അതാണ് സത്യം. ആൻഡ് വി ബോട്ടിൽഡ് ഇറ്റ് അഗെയിൻ. ആ ഒരു പ്ലേ ഓഫ് മാച്ച് ബോട്ടിൽ ചെയ്ത പോലെ. കരോലിസ് കിങ്കിസ് 3 വർഷത്തിലേറെ ഒരു കോച്ചുമായിട്ട് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ആള് റിസൾട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ, ട്രോഫീസ് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളെ ഒഴിവാക്കുന്നുള്ളതാണ് ആളുടെ ഒരു പോളിസി. അത് ഇവാന്റെ കാര്യത്തിൽ ഈ ഒരു സീസൺ വെച്ചിട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സീസണിലെ ഫെയിലിയർ ഇവാന്റെ മാത്രം ഫാൾട്ട് അല്ല. ആൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങളാണ് പണി തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇവാന്റെ ഫാൾട്ട് എന്നുള്ളത് ട്രോഫി നേടാത്തത് തന്നെയാണ്. കാരണം ഫുട്ബോൾ ഇമോഷൻ മാത്രം വെച്ചിട്ട് ഇരിക്കേണ്ട ഒരു സംഭവമല്ല. റിസൾട്ട്സ് മുഖ്യം, ബിഗിലെ ട്രോഫി മുഖ്യം. ആ ഒരു കാര്യത്തിൽ ഇവാൻ ഫെയിൽഡായി. ആളുടെ മാത്രം ഫാൾട്ട് അല്ല എന്നുണ്ടെങ്കിൽ പോലും. ആൻഡ് ഫുട്ബോളിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കോച്ച് ടേക്സ് ദ ബ്ലെയിം. എപ്പോഴും കോച്ചസ് ആണ് ആദ്യം ബ്ലെയിം ഏറ്റുവാങ്ങുക. ആൻഡ് ഇവാൻ അതിൻ്റെ പുതിയൊരു എക്സാമ്പിളാണ്. അതുപോലെ ഞാനൊരു ഏർലി പ്രിഡിക്ഷൻ തരാം. ഇവാനെ സാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര വറീഡ് അല്ല എന്നുള്ളതാണ് സത്യം. അടുത്ത സീസണിൽ ഈ ഒരു സീസണിനേക്കാളും നല്ല റിസൾട്ട്സ് KBFC ഉണ്ടാക്കും. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രിഡിക്ഷനായിട്ട് കൂട്ടിയാൽ മതി. ഇഞ്ചുറീസ് ഇല്ലെങ്കിൽ, ഓഫ് കോഴ്സ് നല്ല കോച്ച് വന്നാൽ, നമ്മൾ മാച്ചസ് തോറ്റില്ലെങ്കിൽ നമ്മൾ കപ്പടിക്കും. ഇത്രയും ബ്രേവ് ആയിട്ടുള്ളൊരു പ്രിഡിക്ഷൻ നിങ്ങൾ ഇനി കാണാൻ പോണില്ല. ബട്ട് എനിവേ, നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.